ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 11ാം ക്ലാസ്സിലെ വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പേ ഡീഡ്സ് മസ്റ്റ് ബി ആൻ എക്സിക്യൂഷൻ ഓഫ് വേർഡ്സ്. മഹാത്മാഗാന്ധി, ദ ഫാദർ ഓഫ് അവർ നേഷൻ, വാസ് ട്രൂ ടു ഹിസ് വേർഡ്സ് ഇൻ ഹിസ് ഡീഡ്സ്. ഹിസ് ലൈഫ് വാസ് ഇൻ ഫാക്ട് ഹിസ് മെസ്സേജ്. മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും ഒരേപോലെ ആയിരുന്നു. In 1939, Albert Einstein wrote thus about Gandhiji on his 17th birthday. 1939 ഗാന്ധിജിയെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ 70ാമത്തെ ബർത്ത്ഡേക്ക് എഴുതിയ കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്ത് വായിച്ചു നോക്കുക. അതിന് താഴെയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം കൂടി കണ്ടെത്താൻ ശ്രമിക്കുക. Jawaharlal Nehru writes about the timely arrival of Gandhiji to Indian politics when the country was in dire need of such a leadership. നമ്മുടെ രാജ്യത്തിന് ഒരു ലീഡറിനെ ആവശ്യമായിരുന്ന സമയത്ത്, ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ സമയത്ത് കൃത്യസമയത്ത് തന്നെ ഗാന്ധിജി എത്തിയ കാര്യങ്ങളെക്കുറിച്ചാണ് നെഹ്റു ഇവിടെ പറയുന്നത്. ഗാന്ധിജി വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ മാറ്റിയ ഒരു വെളിച്ചം പോലെയായിരുന്നു ഗാന്ധിജി. ജവഹർലാൽ നെഹ്റു മേക്സ് എ റൈറ്റ് അസസ്മെൻറ്റ് ഓഫ് ഗാന്ധിജി ഇൻ ഹിസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഗാന്ധിജിയുടെ റൈറ്റ് അസസ്മെൻറ്റ്, ഗാന്ധിജിയെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കിനി എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കിടക്കാം. And then Gandhi came. World War I ended at last, and the peace, instead of bringing us relief and progress, brought us repressive legislation and martial law in the Punjab. വേൾഡ് വാർ ഫസ്റ്റ് അങ്ങനെ അവസാനിച്ചു. നമുക്ക് സമാധാനവും സന്തോഷവും കൊണ്ടുവരേണ്ട ആ ഒരു യുദ്ധം പഞ്ചാബിലെ ലെജിസ്ലേഷനും മാർഷ്യൽ ലോയാണ് കൊണ്ടുവന്നത്. മാർഷ്യൽ ലോ എന്ന് വെച്ചാൽ മിലിറ്ററി നിയമമാണ്, പട്ടാള നിയമമാണ് പറയുന്നത്. എ bitter sense of humiliation and a passionate anger filled our people. ചെറിയൊരു അടിച്ചമർത്തലും പിന്നെ ഒരു ചെറിയൊരു ദേഷ്യവും ഞങ്ങളുടെ ആൾക്കാരുടെ മനസ്സിൽ നിറഞ്ഞു. വി ഹാഡ് ബിക്കേം എ ഡെറിലിസിറ്റ് നേഷൻ. ഉപേക്ഷിക്കപ്പെട്ട ഒരു രാജ്യമായി മാറി നമ്മുടേത്. യെറ്റ് വാട്ട് കുഡ് വി ഡു? ഹൗ ടു ചേഞ്ച് ദിസ് വിഷ്യസ് പ്രോസസ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രശ്നകരമായ അവസ്ഥ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? വി സീം ടു ബി ഹെൽപ്ലെസ് ഇൻ ദ ഗ്രിപ്പ് ഓഫ് സം ഓൾ പവർഫുൾ മോൺസ്റ്റർ. അവർ ലിംസ് വെയർ പാരലൈസ്ഡ്, അവർ മൈൻഡ്സ് ഡിഡൻറ്റ്. We seem to be hopeless in the grip of some all-powerful monsters. എല്ലാ ശക്തിയും ഉള്ളടങ്ങിയിരിക്കുന്ന മോൺസ്റ്റർ, രാക്ഷസന്മാരുടെ കയ്യിലാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങളുടെ ലിംസ്, കൈയും കാലുകളും പാരലൈസ് ആയിരിക്കുന്നു, അനങ്ങാൻ പറ്റാതായിരിക്കുന്നു. അവർ മൈൻഡ്സ് ഡെഡൻ, ഞങ്ങളുടെ ചിന്തകൾ പോലും മരിച്ചു പോയിരിക്കുന്നു. ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ cut off from the land and incapable of any kind of manual or technical work joined the swelling army of the unemployed and helpless, hopeless, sank ever deeper into the morass. ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, അവർ ഒരു ജോലിയോ മാനുവലായിട്ടോ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടോ ജോലി ചെയ്യാൻ കഴിവില്ലാത്തവർ, അൺഎംപ്ലോയിഡ് ആൻഡ് ഹെൽപ്ലെസ്, ഹോപ്പ്ലെസ് എന്ന് പറയുന്ന ആ ഒരു ആർമിയിലേക്ക് ജോയിൻ ചെയ്തു. അതായത് ജോലിയില്ലായ്മ, സഹായം കിട്ടാത്തവർ, ഹോപ്പ്ലെസ്, പ്രതീക്ഷയില്ലാത്തവർ എന്ന് പറയുന്ന ഒരു ആർമിയിൽ അവർ ജോയിൻ ചെയ്തു. എന്നിട്ട് അവർ മൊറാസ് എന്ന് വെച്ചാൽ ചെളിക്കൊണ്ടെന്നാണ് പറയുന്നത്, അതിലേക്ക് എന്നേക്കുമായി ആഴ്ന്നിറങ്ങിപ്പോയി പറയുന്നത്. അവരുടെ സ്വപ്നങ്ങളെല്ലാം നശിച്ചു. They did not know where to look, for neither the old nor the new offered them any hope. എവിടെയാണ് പോകേണ്ടതെന്ന് അവർക്കറിയില്ലായിരുന്നു. പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും അവർക്കൊരു പ്രതീക്ഷയും കൊടുത്തില്ല. വാട്ട് കുഡ് വി ഡു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൗ കുഡ് വി പുൾ ഇന്ത്യ ഔട്ട് ഓഫ് ദിസ് ക്വാക്മയർ ഓഫ് പോവർട്ടി ആൻഡ് ഡിഫേറ്റിസം. ഇന്ത്യയെ ഈ നിരാശ നിറഞ്ഞ പോവർട്ടി എന്ന് വെച്ചാൽ ദാരിദ്ര്യം, പിന്നെ ഡിഫേറ്റിസം എന്ന് വെച്ചാൽ അശുഭാപ്തി വിശ്വാസം, ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷിക്കാം? Not for a few years of excitement and agony and suspense, but for a long generation, our people had offered their blood and toil, tears and sweat. കുറച്ച് വർഷത്തെ കാര്യം മാത്രമല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ജനങ്ങൾ അവരുടെ രക്തവും പിന്നെ അവരുടെ ജോലി ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളും എല്ലാം ഇതിനു വേണ്ടി പ്രയത്നിച്ചിരിക്കുകയാണ്. And this process had eaten its way deep into the body and soul of India, poisoning every aspect of our life. ഈ പ്രോസസ്സ് ഇന്ത്യയുടെ ആത്മാവിലും ശരീരത്തിലും ആഴ്ന്നിറങ്ങി അതിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയിസണിങ് എവറി ആസ്പെക്ട് ഓഫ് അവർ ലൈഫ്, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ ഗാന്ധി കെയിം. ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ ദാറ്റ് മെയ്ഡ് us stretch ourselves and take deep breaths. അപ്പോഴാണ് ഗാന്ധിജി വന്നത്. അദ്ദേഹം ഒരു പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ, നല്ല എയർ, വായുവിൻ്റെ ഒരു പവർഫുൾ കറണ്ട്, ശക്തമായിട്ടുള്ള ഒരു ഒഴുക്കെന്നാണ് പറയുന്നത്. ദാറ്റ് മെയ്ഡ് സ്ട്രെച്ച് അവർ സെൽസ്, ഞങ്ങളുടെ തന്നെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ നമ്മൾ ഇരുന്നിട്ടൊരു സ്ഥലത്ത് നിന്ന് എണീക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രെച്ച് ചെയ്യാറില്ലേ, വിരിയാറില്ല, അതുപോലെയാണ്. ആൻഡ് ടേക്ക് ഡീപ്പ് ബ്രെത്ത്, നല്ല ശ്വാസം വലിക്കാൻ അധികം ഇതിലൂടെ നമ്മൾ പ്രേരിപ്പിച്ചു. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് പിയേഴ്സ് ദ ഡാർക്ക്നെസ്
ഇരുട്ടിനെ തുളച്ചു വരുന്ന ഒരു പ്രകാശം പോലെ. ആൻഡ് റിമൂവ് ദ സ്കെയിൽസ് ഫ്രം അവർ ഐസ്. ഞങ്ങൾക്ക് കണ്ണിലെ സ്കെയിൽസ് വരകൾ മാറ്റി എന്നാണ് പറയുന്നത്. ലൈക്ക് എ വേൾവിൻഡ് ദാറ്റ് അപ്സെറ്റ് മെനി തിങ്സ്. ഒരു വേൾവിനെ പോലെ, ഒരു ചുഴലിക്കാറ്റിനെ പോലെ, പല കാര്യങ്ങളെയും അപ്സെറ്റ് ചെയ്യുന്ന ഒരു ചുഴലിക്കാറ്റിനെ പോലെ. ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ ദ വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്. പക്ഷേ ഏറ്റവും കൂടുതൽ അധികം മാറ്റിയത് വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്, ജനങ്ങളുടെ മനസ്സ് ചിന്തിക്കുന്ന രീതിയാണ്. ഹി ഡിഡ് നോട്ട് ഡിസെൻഡ് ഫ്രം ദ ടോപ്പ്, ഹി സീം ടു എമേർജ് ഫ്രം ദ മില്യൺസ് ഓഫ് ഇന്ത്യ സ്പീക്കിംഗ് ദിയർ ലാംഗ്വേജ്. അദ്ദേഹം ഉയർച്ചയിൽ നിന്ന് താഴേക്ക് വന്നവരല്ല, ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ, നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ഇടയിൽ, അവരുടെ ലാംഗ്വേജ് സംസാരിക്കുന്നവരുടെ ഇടയിൽ നിന്ന് എമർജ് ചെയ്ത് പുറത്തേക്ക് വന്നയാളാണ്. ഗെറ്റ് ഓഫ് ദ ബാക്സ് ഓഫ് ദീസ് പെസൻസ് ആൻഡ് വർക്കേഴ്സ്, ഹി ടോൾഡ് us, all of you who live by their exploitation, get rid of the system that produces this poverty and misery. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഗെറ്റ് ഓഫ് ദ ബാക്സ് ഓഫ് ദീസ് പെസൻസ് ആൻഡ് വർക്കേഴ്സ്, പെസൻസിൻ്റെയും വർക്കേഴ്സിൻ്റെയും പുറത്ത് നിന്ന് മാറി നിൽക്കാൻ. ഓൾ ഓഫ് യു ഹു ലിവ് ബൈ ദ എക്സ്പ്ലോയിറ്റേഷൻ, അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരെയാണ് മാറി നിൽക്കാൻ പറയുന്നത്. അതായത് പണ്ടുള്ള ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെ ചൂഷണം ചെയ്താണ് ജീവിച്ചിരുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഗെറ്റ് റിഡ് ഓഫ് ദ സിസ്റ്റം ദാറ്റ് പ്രൊഡ്യൂസസ് ദിസ് പോവർട്ടി ആൻഡ് മിസറി. ഈ പോവർട്ടിയും മിസറിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റത്തെ, ആ ഗവൺമെൻറ്റിനെ മാറ്റാനാണ് അദ്ദേഹം പറഞ്ഞത്. പൊളിറ്റിക്കൽ ഫ്രീഡം ടുക്ക് എ ന്യൂ ഷേപ്പ് ദെൻ ആൻഡ് അക്വയർഡ് എ ന്യൂ കണ്ടന്റ്. പൊളിറ്റിക്കൽ ഫ്രീഡം ആ സമയത്ത് ഒരു പുതിയ ഷേപ്പ് അതിന് കിട്ടി, അതിൻ്റെ പുതിയൊരു കണ്ടന്റ് കിട്ടി പ്രവർത്തിക്കാനുള്ളത്. മച്ച് ദാറ്റ് ഹീ സെഡ് വി ഓൺലി പാർഷ്യലി അക്സെപ്റ്റഡ് ഓർ സംടൈംസ് ഡിഡ് നോട്ട് അക്സെപ്റ്റ് അറ്റ് ഓൾ. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ പാർഷ്യലായിട്ട് പകുതി മാത്രമേ അക്സെപ്റ്റ് ചെയ്തിരുന്നു, ചില സമയത്ത് അക്സെപ്റ്റ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. ബട്ട് ഓൾ ദീസ് വാസ് സെക്കൻഡറി. പക്ഷേ ഇതെല്ലാം സെക്കൻഡറി, രണ്ടാമത്തെ കാര്യമാണ്. ദ എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത് ആൻഡ് ആക്ഷൻ അലൈഡ് ടു ദീസ്, ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദ മാസസ് ഇൻ വ്യൂ. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങിൻ്റെ എസൻസ് എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്ന് വെച്ചാൽ ഫിയർലെസ്നെസ്സും ട്രൂത്തും, പേടിയില്ലായ്മയും സത്യസന്ധവുമായിരിക്കാനാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്. ആൻഡ് ആക്ഷൻസ് അലൈൻ ടു ദീസ്, പോരാത്തതിന് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളും, ഫിയർലെസ്നെസ്സും ട്രൂത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസും. ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദ മാസസ് ഇൻ വ്യൂ. മാസസ് അതായത് ജനങ്ങളുടെ നല്ല കാര്യങ്ങൾ, വെൽഫെയറാണ് അദ്ദേഹം എപ്പോഴും കണ്ടിരുന്നത്. ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഓർ എ നേഷൻ, സോ വി ഹാഡ് ബീൻ ടോൾഡ് ഇൻ അവർ ഏൻഷ്യൻ ബുക്സ്, വാസ് അഭയ. Not merely bodily courage, but the absence of fear from the mind. വലിയ വലിയ പുസ്തകങ്ങളിൽ പറഞ്ഞിരുന്ന കാര്യം, നമുക്ക് ആവശ്യമായുള്ള കാര്യം, ഗിഫ്റ്റ് എന്നുള്ള കാര്യം അഭയ അഥവാ ഫിയർനെസ്, പേടിയില്ലായ്മയാണ്. നോട്ട് മിയർലി ബോഡിലി കറേജ്, നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ആകൃതി കിട്ടുന്ന ആ ഒരു കറേജ്, ധൈര്യമല്ല നമുക്ക് ആവശ്യം. ബട്ട് ദ ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്, മനസ്സിൽ നിന്നുമുള്ള പേടിയുടെ ഇല്ലായ്മയാണ് നമുക്ക് ആവശ്യം. ദ ഡോമിനൻ്റ് ഇമ്പൾസ് ഇൻ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ വാസ് ദാറ്റ് ഓഫ് ഫിയർ, pervasive, oppressing, strangling fear. Fear of the army, the police, the widespread secret service, fear of the official class, fear of laws meant to suppress and of prison, fear of the landlord's agents, fear of the money lender, fear of unemployment and starvation, which were always on the threshold. ബ്രിട്ടീഷിൻ്റെ അധികാരത്തിൽ ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ടുമായി നിറഞ്ഞു നിന്നിരുന്നത് ഫിയർ, പേടിയാണ്. അത് ഉണ്ടാകുന്ന പെർവേസീവ് എന്ന് വെച്ചാൽ വ്യാപിച്ച് കിടക്കുന്ന, അത് കഴിഞ്ഞ് വരുന്നതാണ് ഓപ്രസിങ്, അടിച്ചമർത്തപ്പെട്ട. സ്ട്രാംഗ്ലിംഗ് ഫിയർ എന്ന് വെച്ചാൽ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന തരത്തിലുള്ള ആ ഒരു പേടി. ഫിയർ ഓഫ് ദ ഒഫീഷ്യൽ ക്ലാസ്, വലിയ വലിയ ആൾക്കാർ വരെയുള്ള പേടി. ഫിയർ ഓഫ് ലോസ് മെൻ ടു സപ്രസ് ചെയ്യാനുള്ള, നമ്മുടെ അടിച്ചമർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന നിയമങ്ങൾ. ആൻഡ് ഓഫ് പ്രിസൺ എന്ന് വെച്ചാൽ നമ്മുടെ ജയിൽ, അതിനോടുള്ള പേടി. ഫിയർ ഓഫ് ദ ലാൻഡ് ലോഡ്സ് എന്ന് വെച്ചാൽ ഭൂപ്രഭുക്കന്മാരുടെ ഏജൻറ്റുമാർ, അവരുടെ ഉള്ള പേടി. ഫിയർ ഓഫ് ദ മണി ലെൻഡർ, പണമിടപാട് നടത്തുന്നവരുള്ള പേടി. ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ, അതിൻ്റെ പേടി. അതിൻ്റെ സ്റ്റാർവേഷൻ, വിശപ്പിൻ്റെ പേടി. വിച്ച് വെയർ ഓൾവേസ് ഓൺ ദ ത്രഷോൾഡ് എന്ന് വെച്ചാൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവ. ഇതൊക്കെയായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന പേടികളെന്ന് പറയുന്നത്. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ദിസ് ഓൾ പെർവേഡിങ് ഫിയർ ദാറ്റ് ഗാന്ധിജീസ് ക്വയറ്റ് ആൻഡ് ഡിറ്റർമിൻഡ് വോയിസ് വാസ് റേസ്ഡ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം, ഈ പേടിയുടെ എല്ലാം ഇടയിലാണ് ഗാന്ധിജിയുടെ ആ മനോഹരമായ ശബ്ദം ഉയർന്നു വന്നത്. ബി നോട്ട് അഫ്രൈഡ്, ഒരിക്കലും പേടിക്കരുത്. വാസ് ഇറ്റ് സോ സിമ്പിൾ ആസ് ഓൾ ദാൻ? നോട്ട് ക്വയറ്റ്. പക്ഷേ ഗാന്ധിജി പറഞ്ഞ പോലെയാണോ കാര്യങ്ങൾ? ഒരിക്കലുമല്ല. ആൻഡ് യെറ്റ് fear builds its phantoms which are more fearsome than reality itself, and reality, when calmly analyzed and its consequences willingly accepted, loses much of its terror. എത്രത്തോളം നമ്മൾ മാറാൻ ശ്രമിച്ചാലും ഫിയർ അതിൻ്റെ ഫാൻറ്റംസ് എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ ഭൂതങ്ങളില്ലേ, നമ്മൾ പേടിപ്പിക്കുന്നവർ, അവർ
ആ റിയാലിറ്റിയെ മാറ്റിമറിച്ചിട്ട് കൊണ്ടുവരും. റിയാലിറ്റി എന്തെന്ന് വെച്ചാൽ നമ്മൾ കാമാരൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺസിക്വൻസസ് വില്ലിങ്ങിൽ ആക്സെപ്റ്റ് അതിൻ്റെ കോൺസിക്വൻസുകൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൂസസ് മച്ച് ഓഫ് ഇറ്റ്സ് ടെറർ. അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പേടിക്കാതെ തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ സംഭവിക്കാം, സൊല്യൂഷൻസ് കണ്ടെത്തുക, അതിൽ നിന്നുള്ള റിസൾട്ട് എന്തായിരിക്കും, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ടെറർ, നമ്മുടെ പേടി ഒരുവിധം നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ സഡൻലി ആസ് ഇറ്റ് വെയർ ദാറ്റ് ബ്ലാക്ക് pall of fear was lifted from the people's shoulders, not only of course but to an amazing degree. അങ്ങനെ പെട്ടെന്നാണ് മനുഷ്യരുടെ, ഇന്ത്യയുടെ ജനങ്ങളുടെ തോളത്തുണ്ടായിരുന്ന ഒരു പേടി മാറിയത്. മൊത്തത്തോടെ മാറിയെന്നല്ല പറയുന്നത്, അതിൻ്റെ കുറച്ചൊരളവ് മാത്രം എന്ത് ചെയ്തു മാറിയെന്നാണ് പറയുന്നത്. As fear is close companion to falsehood, so truth follows fearlessness. പേടി കള്ളത്തെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ സത്യം പേടിയില്ലായ്മയാണ് കൊണ്ടുവരുന്നത്. The Indian people did not become much more truthful than they were, nor did they change their essential nature overnight. Nevertheless, a seen change was visible as the need for falsehood and furtive behavior lessened. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പേടിയും സത്യസന്ധ ഇല്ലായ്മയും ഒരു ദിവസം കൊണ്ട് മാറിയെന്നല്ല പറയുന്നത്. പക്ഷേ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഫാൾസ് ഹുഡ് അല്ലെങ്കിൽ ഒരു കള്ളം അല്ലെങ്കിൽ അസത്യം അവരുടെ മനസ്സുകളിൽ നിന്നും പതിയെ ഒരു മാറുന്നതിൻ്റെ ചേഞ്ച് കണ്ടു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച് ആൾമോസ്റ്റ് ആസ് ഇഫ് സം എക്സ്പേർട്ട് ഇൻ സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ്സ് ഹാഡ് പ്രോംപ്ഡ് ഡീപ്പ് ഇൻ ടു ദ പേഷ്യൻസ് പാസ്റ്റ്, ഫൗണ്ട് ഔട്ട് ദ ഒറിജിൻസ് ഓഫ് ഹിസ് കോംപ്ലക്സസ്, എക്സ്പോസ്ഡ് ദം ടു ഹിസ് വ്യൂസ് ആൻഡ് ദസ് റിഡ് ഹിം ഓഫ് ദ ബർഡൻ. ഇതൊരു സൈക്കോളജിക്കൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. അതായത് ഈ മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് നമ്മൾ എന്താ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയിട്ടില്ലേ, അതൊരു സൈക്കോ അനാലിറ്റിക്കൽ മെത്തേഡ് എന്നാണ് പറയുന്നത്. പേഷ്യൻറ്റിൻ്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങി പ്രശ്നങ്ങളെ കണ്ടുപിടിച്ച് അതിനെ പേഷ്യൻറ്റിൻ്റെ മുമ്പേ കൊണ്ടുവന്ന് അങ്ങനെ പതിയെ അത് മാറ്റുന്നൊരു രീതിയായിരുന്നു. There was the psychological reaction also, a feeling of shame at our long submission to an alien rule that had degraded and humiliated us, and a desire to submit no longer, whatever the consequence might be. പിന്നെ ഉണ്ടായിരുന്ന സൈക്കോളജി ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ അടക്കി വാഴ്ന്നിരുന്ന ആ ഒരു ഏലിയൻ റൂൾ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരാണ് പറയുന്നത്, അതിനോടുള്ള ലോങ് സബ്മിഷൻ, ഒരുപാട് കാലമായി അതിനെ അനുസരിക്കപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു ഷെയിം, നാണക്കേട്, പിന്നെ എന്ത് വന്നാലും ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യില്ല, അടിപ്പെടില്ല എന്നുള്ള ആ ഒരു വിശ്വാസം, ഡിസയർ, ആഗ്രഹം, ഇതെല്ലാമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്. വി ഡിഡ് നോട്ട് ഗ്രോ മച്ച് മോർ ട്രൂത്ത്ഫുൾ പെർഹാപ്സ് ദെൻ വി ഹാഡ് ബീൻ പ്രീവിയസ്ലി. മുമ്പ് ഉണ്ടായിരുന്നത് അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്തില്ല, ട്രൂത്ത്ഫുൾ ആയിട്ടില്ല, സത്യസന്ധരായിട്ടില്ല എന്ന് പറയുന്നത്. ബട്ട് ഗാന്ധി വാസ് ഓൾവേസ് ദെയർ ആസ് എ സിംബൽ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത് ടു പുൾ അസ് അപ്പ് ആൻഡ് ഷെയിം അസ് ഇൻ ടു ട്രൂത്ത്. പക്ഷെ ഗാന്ധി എന്ന് പറയുന്നത് ഒരു അൺകോംപ്രമൈസിങ്, ഒരിക്കലും വിട്ടുകൊടുക്കാനാകാത്ത രീതിയിലുള്ള ഒരു സിംബലായിട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നു. എപ്പോഴെല്ലാമാണോ നമ്മൾ പ്രശ്നത്തിലേക്ക് പോകുന്നത് ആ സമയത്തെല്ലാം ഞങ്ങളെ വലിച്ചവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. വാട്ട് ഈസ് ട്രൂ, എന്താണ് സത്യം? I do not know for certain, and perhaps our truths are relative and absolute truth is beyond us. എനിക്ക് ഉറപ്പില്ല, ചിലപ്പോൾ നമ്മുടെ ട്രൂത്ത് എന്ന് പറയുന്നത് റിലേറ്റീവ്, ആനുഭാഷികമായതായിരിക്കും, പക്ഷേ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇനിയും എത്തിച്ചേരേണ്ടതാണ്. ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു നോട്ട് ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്, ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. ഓരോരുത്തരും ട്രൂത്ത് അവരുടേതായ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കാണുന്നത്. പോലെ തന്നെ ഈ ഇൻഡിവിജ്വൽ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ. ഓരോരുത്തരും അവരുടേതായ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ്, ഇമ്പൾസസ് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നവരായിരിക്കും എന്നാണ് പറയുന്നത്. സോ ആൾസോ ഗാന്ധി, അതുപോലെയാണ് ഗാന്ധി. ബട്ട് ട്രൂത്ത് ഈസ് അറ്റ് ലീസ്റ്റ് ഫോർ എൻ ഇൻഡിവിജ്വൽ വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ട്രൂത്ത് എന്ന് പറയുന്നത്, സത്യമെന്ന് പറയുന്നത് ഒരാൾക്ക് തോന്നുന്നതും അധികം അയാൾ വിശ്വസിക്കുന്നതുമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ, ഐ ഡു നോട്ട് നോ ഓഫ് എനി പേഴ്സൺ ഹു ഹോൾഡ്സ് ടു ദ ട്രൂത്ത് ആസ് ഗാന്ധി ഡസ്. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനേഷൻ, ഈ ഡെഫിനേഷനെ ബേസ് ചെയ്ത് വേറൊരാളും ഗാന്ധിയെ പോലെ ട്രൂത്തിനെ എങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നതായിട്ട് എനിക്കറിയത്തില്ല. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഇൻ എ പൊളിറ്റീഷ്യൻ, ഫോർ ഹി സ്പീക്സ് ഔട്ട് ഹിസ് മൈൻഡ് ആൻഡ് ഈവൻ ലെറ്റ്സ് ദ പബ്ലിക് സീ ഇറ്റ്സ് ചേഞ്ചിങ് ഫേസസ്. ഇത് ഒരു പൊളിറ്റീഷ്യനായുള്ള ഒരു ഡേഞ്ചറസ് ക്വാളിറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയും, പിന്നെ പബ്ലിക്കിൽ അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത് അദ്ദേഹം കണ്ടുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഗാന്ധി ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഇൻ വേരിയിങ് ഡിഗ്രീസ്. ഇന്ത്യയിലുള്ള പലതരത്തിലുള്ള ആൾക്കാരെ ഗാന്ധി ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. സം ചേഞ്ച് ദ ഹോൾ ടെക്സ്ചർ ഓഫ് ദിയർ ലൈഫ്സ്, others were only partly affected or the effect wore off, and yet not quite, for some part of it could not be wholly shaken off.
കുറേ പേര് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ചിലവർ പകുതിയോളം മാറ്റി, പകുതി മാറാതിരുന്നു, പകുതി അവർക്ക് എന്തോ നഷ്ടമായി തോന്നുന്നു. എന്നാൽ ഇനിയും മാറാനുള്ളതായിട്ട്, മൊത്തത്തിൽ മാറാനുള്ളതായിട്ട് കുറേ പേരുണ്ടെന്നാണ് പറയുന്നത്. ഡിഫറെൻ്റ് പീപ്പിൾ റിയാക്റ്റഡ് ഡിഫറെൻറ്റ് ആൻഡ് ഈച്ച് വിൽ ഗീവ് ഹിസ് ഓൺ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. ഓരോരുത്തരും അവരുടെ രീതിയിലായിരിക്കും ഇതിന് ഉത്തരം നൽകുന്നത്, റിയാക്ട് ചെയ്യുന്നത്. ഹിസ് കാൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾ. അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്, കാൾ ഓഫ് ആക്ഷൻ എന്നത് ടു ഫോൾ, രണ്ട് തരത്തിലാണ്. ദർ വാസ് ഓഫ് കോഴ്സ് ദ ആക്ഷൻ ഇൻവോൾവ് ഇൻ ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾസ്. ഒന്നാമതെന്ന് പറയുന്നത് ഫോറിൻ റൂളിനെ ചാലഞ്ച് ചെയ്യുകയും അതിനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ദർ വാസ് ആൾസോ ദി ആക്ഷൻ വിച്ച് ലെഡ് us ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവൻറ്റ്സ്. മറ്റൊന്ന് പറയുന്നത് നമ്മളുടെ ഓൺ സോഷ്യൽ ഈവൻറ്റ്സ്, നമ്മളുടേതായ സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ പോരാടാൻ നമ്മളെ പ്രേരിപ്പിച്ചതാണ്. അപ്പാർട്ട് ഫ്രം ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺഗ്രസ്, ദ ഫ്രീഡം ഓഫ് ഇന്ത്യ ആൻഡ് ദ മെത്തേഡ് ഓഫ് പീസ് ആക്ഷൻ, ദ പ്രിൻസിപ്പൽ പ്ലാൻസ് ഓഫ് ദ കോൺഗ്രസ് വെയർ നാഷണൽ യൂണിറ്റി വിച്ച് ഇൻവോൾവ് ദ സൊല്യൂഷൻ ഓഫ് ദ മൈനോറിറ്റി പ്രോബ്ലംസ് ആൻഡ് ദ റൈസിംഗ് ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസസ് ആൻഡ് ദ എൻഡിങ് ഓഫ് ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി. അപ്പോൾ കോൺഗ്രസിൻ്റെ ആ ഒരു ഫണ്ടമെൻ്റൽ മെത്തേഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫ്രീഡം, പിന്നെ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ, ദ പ്രിൻസിപ്പിൾ ഓഫ് പ്ലാൻസ് ഫോർ ദ കോൺഗ്രസ് വെയർ നാഷണലി യൂണിറ്റി. അപ്പോൾ ഇന്ത്യയുടെ ഫ്രീഡം എന്ന് പറയുന്നതാണ് കോൺഗ്രസിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നാഷണൽ യൂണിറ്റിയാണ്, വിച്ച് ഇൻവോൾവ് ദ സൊല്യൂഷൻ ഓഫ് മൈനോറിറ്റി പ്രോബ്ലംസ്. മൈനോറിറ്റി ചെറിയ തരത്തിലുള്ള പ്രോബ്ലംസ് പോലുമിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്തുക അതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. ആൻഡ് ദ റേസിംഗ് ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസ്, അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക. ആൻഡ് ദ എൻഡിങ് ഓഫ് ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയെ തകർത്തെറിയുക. ഇതൊക്കെയാണ് അവരുടെ അജണ്ടാസ് എന്ന് പറയുന്നത്. റിയലൈസിംഗ് ദാറ്റ് ദ മെയിൻ പ്രോംപ്റ്റ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾസ് വെയർ ഫിയർ, prestige, the cooperation of the people, and certain classes whose vested interests were centered in British rule, Gandhi attacked these foundations. അപ്പോൾ ബ്രിട്ടീഷ് റൂളിൻ്റെ മെയിൻ പ്രോപ്സ് എന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒന്നാമത് ഫിയർ, മറ്റൊന്ന് പ്രസ്റ്റീജ്, പിന്നെ പീപ്പിളിൻ്റെ കോപ്പറേഷൻ, ജനങ്ങളുടെ ഒത്തൊരുമയോടുള്ള സംഭവം, പിന്നെ സെർട്ടൻ ക്ലാസസ് ഹു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വെയർ സെൻറ്റേർഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ. പിന്നെ ബ്രിട്ടീഷ് റൂളിൽ ഇൻട്രസ്റ്റ് ഉള്ള ചില ആൾക്കാർ, ഈ ഫൗണ്ടേഷൻസാണ് ഗാന്ധിജി അറ്റാക്ക് ചെയ്തിരുന്നത്. Titles were to be given up, and though the title holder responded to this only in small measure, the popular respect for these British given titles disappeared. Titles were to be given up, and though the title holder responded to this only in small measures. അപ്പോൾ ഇതിനു വേണ്ടി കുറേ ആൾക്കാർക്ക് ടൈറ്റിൽസ്, പദവികൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണം വളരെ കുറവെന്നാണ് പറയുന്നത്. The popular respect for these British given titles disappeared. അപ്പോൾ ബ്രിട്ടീഷ് കൊടുത്തിരുന്ന ടൈറ്റിലുകൾക്ക് ആൾക്കാർ എത്തിച്ചേരായിരുന്നപ്പോൾ അവരുടെ ആ ഒരു റെസ്പെക്റ്റ് കുറഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. ആൾക്കാർ ഇവിടെ ചേരാതായി. ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് വെയർ സെറ്റ് അപ്പ്, ആൻഡ് ദ പോം ആൻഡ് സ്പ്ലെൻഡർ ഓഫ് ദ വിസേർജൽ കോർട്ട് ആൻഡ് ദ പ്രിൻസസ് സഡൻലി അപ്പിയർഡ് സുപ്രീംലി റെഡിക്കുലസ്. പുതിയ സ്റ്റാൻഡേർഡ്സും വാല്യൂസും അവരുണ്ടാക്കി. പോരാത്തതിന് ഇതിൻ്റെ പോമ്പ് എന്ന് വെച്ചാൽ പൊങ്ങച്ചം, പിന്നെ സ്പ്ലെൻഡർ എന്ന് വെച്ചാൽ എന്താ പറയുക, ആ മഹത്വം, പിന്നെ വിസേർജൽ കോർട്ട് എന്ന് വെച്ചാൽ വൈസ്രോയികളുമായി ബന്ധപ്പെട്ടതാണ്, അവിടുത്തെ ഗവർണർമാരെന്നാണ് പറയാം, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ പ്രിൻസസ് സഡൻലി അപ്പിയർഡ് സുപ്രീംലി റെഡിക്കുലസ്. പ്രിൻസസ് രാജാക്കന്മാർ ഇവിടെ പെട്ടെന്ന് തന്നെ സുപ്രീംലി റെഡിക്കുലസ് എന്ന് വെച്ചാൽ മണ്ടത്തരമായ കാര്യങ്ങളെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങി. Rich men were not so anxious to flaunt their riches. Outwardly at least, many of them adopted simpler ways, and in their dress became almost indistinguishable from humbler folk. പണക്കാർ അവരുടെ പ്രതാപങ്ങൾ ഫ്ലോണ്ട് ചെയ്യാൻ, എടുത്ത് കാണിക്കാൻ വേണ്ടി ആൻഷ്യസ് ആയിരുന്നില്ല. ഔട്ട്വേർഡ്ലി അറ്റ് ലീസ്റ്റ് മെനി ഓഫ് ദം അഡോപ്റ്റഡ് സിംപ്ലർ വേസ്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവരിൽ പല പേര് എന്താണ് സിംപ്ലർ വേ, സാധാരണ രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. ചിലവർ ഡ്രസ്സ് ചെയ്തിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ കാണാൻ പാവപ്പെട്ടവരെ പോലെയാണ് പറയുന്നത്. ഹംബ്ലർ ആൻഡുള്ള ഫോക്ക്, പാവപ്പെട്ടവരെന്നാണ് പറയുന്നത്. He sent us to the villages and the countryside hummed with the activity of innumerable messages of the new gospel of action. അദ്ദേഹം ഞങ്ങളെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞെടുക്കാൻ തുടങ്ങി. കൺട്രി സൈഡ് എന്ന് വെച്ചാൽ ഗ്രാമമാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ ഗോസ്പൽ ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ പുതിയ ഘട്ടങ്ങളെക്കുറിച്ച് അവിടെ എന്തോന്ന് ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ പറഞ്ഞു നടക്കാൻ തുടങ്ങി. The person has shaken up and he began to emerge from his share. person, കൃഷിക്കാരൻ, അവൻ്റെ ആ ഒരു കൂട്ടിൽ നിന്ന് ഇളക്കി വിട്ടിട്ട് അവൻ എമേർജ് ചെയ്യാൻ തുടങ്ങി. എമേർജ് എന്ന് വെച്ചാൽ മുന്നോട്ട് വരാൻ തുടങ്ങി. The effect on us was different but equally far-reaching, for we saw for the first time as it were the villager in the intimacy of his mud hut and with the stark shadow of hunger always pursuing him.
ഞങ്ങൾക്കുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ എന്താ പറയുക, അത്ര ഡിഫറൻ്റ് അല്ല. പക്ഷേ പാവപ്പെട്ടവരുണ്ടായിരുന്ന അവൻ്റെ മഡ് ഹട്ടിൽ നിന്ന് വീട്ടിൽ നിന്നും ചെളിയുണ്ടാക്കിയ വീട്ടിൽ നിന്നും ആ ഷാഡോയിൽ നിന്നും പുറത്തേക്ക് വരാൻ പെർസ്യൂ ചെയ്യുകയായിരുന്നു ഗാന്ധിജി. വി ലേൺഡ് അവർ ഇന്ത്യൻ എക്കണോമിക്സ് മോർ ഫ്രം ദീസ് വിസിറ്റ്സ് ദാൻ ഫ്രം ബുക്സ് ആൻഡ് ലേൺ ഡിസ്കോഴ്സസ്. നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യയിലെ എക്കണോമിക് പരമായുള്ള കാര്യങ്ങളെ ഇവിടെ നിന്നാണ് കൂടുതൽ ഞങ്ങൾ മനസ്സിലാക്കിയതാണ് പറയുന്നത്. ബുക്കിൽ നിന്നും അല്ലാതെ ഇവിടെ നിന്നാണ് ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയത്. ദി ഇമോഷണൽ എക്സ്പീരിയൻസ് വി ഹാഡ് ഓൾറെഡി അണ്ടർഗോൺ വാസ് എംഫസൈസ്ഡ് ആൻഡ് കൺഫേം ആൻഡ് henceforward there could be no going back for us to our old life or our old standards. ഗാന്ധിജി കാരണം ഞങ്ങൾക്കുണ്ടായ ഇമോഷണൽ എക്സ്പീരിയൻസ് എംഫസൈസ് ചെയ്യാനും കംഫർട്ട് ഉറപ്പിക്കാനും ഞങ്ങൾ തുടങ്ങി. ആൻഡ് henceforward അന്ന് മുതൽ there could be no going back for us to be our old life or our old standards. അന്ന് മുതൽ ഞങ്ങളുടെ പഴയ കാലത്തേക്ക് പോകാനോ പഴയ രീതിയിൽ ജീവിക്കാനോ ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു. What was the idea of India which he was setting out to mold according to his own wishes and ideas? ഗാന്ധിജിയുടെ സ്വന്തം ആഗ്രഹവും സ്വന്തം രീതിയും പ്രകാരം അദ്ദേഹം ഇങ്ങനെ ഇന്ത്യയെ പുതിയ രീതിയിൽ മോൾഡ് ചെയ്യാൻ, സെറ്റ് ചെയ്തെടുക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. I shall work for an India in which the poorest shall feel that it is their country, in whose making they have an effective voice. An India in which there shall be no high class and low class of people. An India in which all communities shall live in perfect harmony. ഗാന്ധിജി കണ്ട ഇന്ത്യ നമുക്ക് എന്തെന്ന് നോക്കാം. പൂറസ്റ്റ് ഷാൾ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദെയർ കൺട്രി. പാവപ്പെട്ടവർക്കും അവരുടെ രാജ്യമാണെന്ന് തോന്നണം. ഇൻ ഹൂസ് മേക്കിംഗ് ദേ ഹാവ് എൻ എഫക്റ്റീവ് വോയിസ്. അതിൻ്റെ മേക്കിങ്ങിൽ, അതിൻ്റെ മുന്നോട്ട് വരുന്ന കാര്യങ്ങളിൽ അവർക്കും ഒരു എന്താ പറയുക ശബ്ദമുണ്ടാകും. അവർ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം. ആൻഡ് ഇന്ത്യ ഇൻ വിച്ച് ദെയർ ഷാൾ ബി നോ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ് ഓഫ് പീപ്പിൾ. ഹൈ ക്ലാസ് പീപ്പിൾ, ലോ ക്ലാസ് പീപ്പിൾ എന്ന വ്യത്യാസമില്ലാത്തൊരു ഇന്ത്യ. ആൻഡ് ഇന്ത്യ ഇൻ വിച്ച് ഓൾ കമ്മ്യൂണിറ്റീസ് ഷാൾ ലിവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. എല്ലാ കമ്മ്യൂണിറ്റീസും എല്ലാ തരത്തിലുള്ള ആൾക്കാരും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ഇന്ത്യ. There can be no room in such an India for the girls of untouchability or the girls of intoxicating drinks and drugs. ഇതേപോലത്തെ ഇന്ത്യയിൽ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയ്ക്കോ പോരാത്തതിന് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്, ഈ മദ്യപാനം അതുപോലെ തന്നെ മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾക്ക് ഒരു സ്ഥലവുമില്ല. വിമൺ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ എല്ലാ റൈറ്റ്സും എന്താ പറയുക എൻജോയ് ചെയ്യുന്നു. ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഇതാണ് എൻ്റെ ഇന്ത്യയുടെ ഡ്രീം. ഓക്കെ, എൻ്റെ മനസ്സിലുള്ള ഇന്ത്യയുടെ ഡ്രീം. പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ് ആസ് ഹി വാസ്, ഹി ട്രൈ ടു ഗിവ് ടു ഹിന്ദുയിസം എ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ അറ്റയർ ആൻഡ് ഇൻക്ലൂഡഡ് ഓൾ റിലീജിയൻസ് വിത്തിൻ ദ ഫോൾഡ് ഓഫ് ട്രൂത്ത്. ഹിന്ദു ആയിരുന്നു നമ്മുടെ ഗാന്ധിജി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻഹെറിറ്റൻസ്, പാരൻസ് നിന്ന് കിട്ടുന്ന സാധനമാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹിന്ദുസത്തിൽ അദ്ദേഹം ഒരു യൂണിവേഴ്സൽ അറ്റയർ എന്ന് വെച്ചാൽ ഡ്രസ്സാണ്. ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഡ്രസ്സ് അദ്ദേഹം കൊടുക്കാൻ തുടങ്ങി. അതായത് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും അദ്ദേഹം ഇതിൽ ചേർക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഹിന്ദു എന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യനെന്നോ മറ്റുള്ള ജാതിയെന്നോ വ്യത്യാസമില്ലാതെ അദ്ദേഹം എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ നോക്കി. ഈ റിഫ്യൂസ് ടു നാരോ ഹിസ് കൾച്ചറൽ ഇൻഹെറിറ്റൻസ്. അതിൻ്റെ കൾച്ചറൽ ഇൻഹെറിറ്റൻസിനെ നാരോ ചെയ്യാൻ, ചെറുതായി കൊണ്ടുവരാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല. ഇന്ത്യൻ കൾച്ചർ ഹി റോഡ് ഈസ് നീദർ ഹിന്ദു, ഇസ്ലാമിക് നോർ എനി അതർ ഹോളി. ഇന്ത്യൻ കൾച്ചർ അതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഹിന്ദു എന്നോ ഇസ്ലാമിക് എന്നോ ഒന്നുമല്ല, മൊത്തത്തിൽ ഇന്ത്യൻ കൾച്ചർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ. ഇതെല്ലാത്തിൻ്റെ ഒരു മിക്സ് ആണ്. Again he said, I want the culture of all lands to be blown about my house as freely as possible. എല്ലാ കൾച്ചറും ഒരേപോലെ ആയിരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ബട്ട് ഐ റെഫ്യൂസ് ടു ബി ബ്ലോൺ ഓഫ് മൈ ഫീറ്റ് ബൈ എനി. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം കാരണം എനിക്ക് പ്രശ്നങ്ങളുണ്ടാവരുതെന്ന്, ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. I refuse to live in other people's houses as an interloper, a beggar or a slave. ഒരു ഇൻ്റർലോപ്പറിനെ പോലെയോ, ഇൻ്റർലോപ്പർ എന്ന് വെച്ചാൽ അതിക്രമിച്ച് കിടക്കുന്ന ആളെ പോലെയോ, ഒരു ബെഗറിനെ പോലെയോ, സ്ലേവിനെ പോലെയോ മറ്റുള്ളവരുടെ വീട്ടിൽ എന്താ പറയുക പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഫ്ലുവൻസ്ഡ് ബൈ മോഡേൺ തോട്ട് കറൻസ്, ഹി നെവർ ലെറ്റ് ഗോ ഓഫ് ഹിസ് റൂൾസ് ആൻഡ് ക്ലങ് ടു ദം ടെനേഷ്യസ്ലി. മോഡേൺ കാര്യങ്ങൾ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല, അതിൻ്റെ ഒഴുക്കിലാണ് അദ്ദേഹം പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൂട്ട്സ്, അദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങളിൽ അദ്ദേഹം പിടിച്ചു കിടന്നിരുന്നു. എങ്ങനെയാണ്? ടെനേഷ്യസ്ലി എന്ന് വെച്ചാൽ ശക്തമായി അദ്ദേഹം പഴയ കാര്യങ്ങളിൽ പിടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. It is not surprising that this astonishingly vital man, full of self-confidence and an unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. It is not surprise. ഇത് സർപ്രൈസ് അല്ല.
ഈ അസ്റ്റോണിഷിംഗ്ലി എന്ന് വെച്ചാൽ അതിശയപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ മനുഷ്യൻ ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ. സെൽഫ് കോൺഫിഡൻസും പിന്നെ എന്തോ തരത്തിലുള്ളൊരു ശക്തിയുമുള്ള ഇദ്ദേഹം എന്തിനാണ് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്? ഫോർ ഇക്വാളിറ്റി ആൻഡ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ. ഓരോ മനുഷ്യർക്കും ഇക്വാളിറ്റിയും സമത്വവും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം മുന്നോട്ട് നിൽക്കുന്നത്. ഫാസിനേറ്റഡ് ദ മാസസ് ഓഫ് ഇന്ത്യ ആൻഡ് അട്രാക്റ്റഡ് ദം ലൈക്ക് എ മാഗ്നറ്റ്. ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഇന്ത്യയിലെ ജനങ്ങളെ എന്ത് ചെയ്യുന്നു? അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാന്തം പോലെ അട്രാക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഹി സീം ടു തിങ്ക് ടു ലിങ്ക് അപ്പ് ദ പാസ്റ്റ് വിത്ത് ദ ഫ്യൂച്ചർ ആൻഡ് ടു make the dismal present appear just as a stepping stone to the future of life and hope. അവർ ഇദ്ദേഹത്തെ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ലിങ്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ്. മീൻ ദ ഡിസ്മൽ പ്രസൻറ്റ് അപ്പിയർ. ഡിസ്മൽ എന്ന് വെച്ചാൽ നമ്മളുടെ ചീത്ത പ്രശ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ, നമ്മളുടെ ചീത്ത സ്വഭാവങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അതൊരു ചവിട്ടുപൊടി പോലെ, ജീവിതത്തിൻ്റെ പ്രതീക്ഷകളിലേക്ക് ചവിട്ടുപൊടി പോലെ കൊണ്ടുവരുന്ന ആളായിട്ടാണ് അവർക്ക് തോന്നിയത്. Thus, he effected a vast psychological revolution not only among those who followed his lead, but also among his opponents and those many neutrals who could not make up their mind what to think and what to do. അദ്ദേഹത്തിൻ്റെ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓപ്പോണൻസ്, എനിമീസിനെയും പിന്നെ ന്യൂട്രലായി നിന്നവർ, വരണോ അല്ലെങ്കിൽ വരണ്ടയോ എന്ന് വിചാരിച്ച് നിന്നവരെ മനസ്സിൽ പോലും ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കിയെന്നാണ് ഇവിടെ പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഈ ചാപ്റ്ററിലെ കുറച്ച് മീനിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോരാതിരും ജവഹർലാൽ നെഹ്റു നമ്മുടെ എഴുത്തുകാരൻ്റെ ഓട്ടോബയോഗ്രഫി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചാപ്റ്ററിലെ ഓരോ പേജിലെയും മീനിങ്സ് ആണ്. ഇംഗ്ലീഷ് മീനിങ്സും അതിൻ്റെ മലയാളം ഇംഗ്ലീഷ് വേർഡ്സും അതിൻ്റെ മലയാളം മീനിങ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലിൽ പുതുതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക.